ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുഞ്ഞ് ഹോൾ വീഡിയോ ആണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഒരു ടോപ്പാണ്. ഇതാണ് സംഭവം കണ്ടോ, നല്ല ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതിനകത്ത് പീച്ച്, അതുപോലെ തന്നെ മെറൂൺ, പിന്നെ പേസ്റ്റൽ ഗ്രീൻ, അങ്ങനത്തെ ഷെയ്ഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. വീനക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് റഫിൾസും പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ച് ടൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിട്ട് നിൽക്കും കേട്ടോ. അതും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ സ്ലീവ്സ് ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഹാഫ് അല്ല, എൽബോ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ താഴെയായിട്ടും ഇതുപോലെയുള്ള ആ ഒരു ഫ്രീൽസ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ താഴെ ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ഞാൻ വാങ്ങിയിരിക്കുന്ന സൈസ് XL ആണ്. എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പ്. ഇത് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാവുന്നതാണ്. ജീൻസിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ച് ഇറക്കം കുറവായിരിക്കും കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പ് ആ ഒരു ലെങ്ത് തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ഡ്രസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 749 രൂപയാണ്. ഞാൻ വാങ്ങുമ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഒരു 500 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിയപ്പോൾ റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് അധികം പേരൊന്നും വാങ്ങിയിട്ടില്ല. ആകെ 32 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളൂ. 4.4 ആണ് റേറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിസ്കസ് റയോൺ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. ഭയങ്കര തിക്കും അല്ല, എന്നാൽ ഭയങ്കര തിന്നും അല്ലാത്ത ടൈപ്പ് ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. ഇതിട്ടിട്ടുള്ള വീഡിയോസും ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് വീണ്ടും ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതൊരു ലൈം ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു യെല്ലോയിഷ് ഗ്രീൻ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അല്ല കേട്ടോ, ശരിക്കും നമ്മുടെ ലൈം ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഇട്ടത്. ഇത് റിബ്ഡ് ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിലായിട്ട് ഇതുപോലെയുള്ളൊരു ചെറിയ ഒരു ഇലാസ്റ്റിക് പോലത്തെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ ഈ ഒരു സംഭവം വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഫുൾ സ്ലീവ്സ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ജീൻസിനോ അല്ലെങ്കിൽ സ്കേർട്ടിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലൈനിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നെക്ക് വരുന്നത് വീനക്കാണ്. ബാക്ക് നെക്ക് ഇതുപോലെ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കട്ടെ. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 419 രൂപയാണ്. ഡ്രസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. പിന്നെ 4.3 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 529 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ടോപ്പും ഡ്രസ്ബെറി ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ടും എനിക്കിഷ്ടമായി. നല്ല ക്വാളിറ്റിയും നല്ല മെറ്റീരിയലും എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ. നല്ല ഫിറ്റിങ്ങും ആണ്. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു ടോപ്പ് തന്നെയാണ്, പക്ഷെ അത് ഞാൻ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഈ കാണുന്ന സംഭവമാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന ടോപ്പ്. ഇത് ഒരു +S PLUS പിന്നെ ഒരു വലിയ S അങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. വിമൻ ബ്ലാക്ക് സോളിഡ് ഷോൾഡർ പ്രിൻറ്റഡ് ടോപ്പ് അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് നോർമലി ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് കയറിയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കയറിയ നെക്ക് ഭയങ്കര അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം ഞാൻ വണ്ണുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കയറി നെക്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇടുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വൈഡായിട്ടുള്ള നെക്കുകളാണ് ഇഷ്ടം. വൈഡും അത്യാവശ്യം ഇതുപോലെ ഡീപ്പൊക്കെ ആയിട്ടുള്ള സ്ക്വയർ നെക്കുകളൊക്കെയാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. പക്ഷേ ഇത് ഇതുപോലെ കണ്ടോ ഒട്ടും ലെങ്ത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചൊന്ന് ലെങ്ത്ത് വെപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. അത് കിട്ടി കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നോർമലായിട്ടുള്ള ശരിക്കുള്ള വീഡിയോയും ഞാൻ കൊടുക്കാം, ഓൾട്ടർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൈയുടെ അവിടേക്ക് ആയിട്ട് കുറേ എന്താ പറയുക ലെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മിക്കതും വേണ്ടാന്ന് നോക്കി. അങ്ങനെയൊക്കെ എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല. കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ ഇത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇതിനുണ്ടെങ്കിൽ ഞാൻ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. ഇതിന് ജസ്റ്റ് 189 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. 159 രൂപയ്ക്ക് ഈ ഒരു ടോപ്പ് ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഹൈനെക്കുള്ള ടോപ്സ് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. എനിക്ക് കഴുത്താൻ കയറി ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിത് ഓൾട്ടർ ചെയ്യാനായിട്ട് കൊടുത്തത്. അല്ലാതെ ഈ ഒരു ടോപ്പിന് വേറെ ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ റയോൺ ഒരു മിക്സാണ് കേട്ടോ. പിന്നെ ബ്ലാക്കിൽ വൈറ്റ് പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇട്ടിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നെക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ.
പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 189 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചൊരു ബെസ്റ്റ് ടോപ്പ് തന്നെയാണ് ഇത്. പിന്നെ ഇത് 4.2 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 430 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന എല്ലാതും തന്നെ അധികം ആൾക്കാരൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് പേര് തന്നെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. 4+ റേറ്റിംഗ് എല്ലാത്തിനും വരുന്നുണ്ട്. അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഷർട്ടാണ്. ഈ ഷർട്ട് മിന്ത്രയിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സംഭവം. ഇതൊരു ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഷർട്ടാണ്. ഇത് അച്ഛനെടുത്തതാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇടാനും അച്ഛന് നല്ല പെർഫെക്റ്റ് ഫിറ്റാണ്. പിന്നെ ഇട്ടിട്ടും കംഫർട്ടബിൾ ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. ഇതിൻ്റെ റേറ്റ് 949 ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ അത്രയ്ക്കില്ലായിരുന്നു, ഒരു 700 ആ ഒരു റേഞ്ചിലായിരുന്നു. 700-800 താഴെയായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. 4.1 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 15,400 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്, റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഷർട്ട് ഇപ്പോൾ അച്ഛനോ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ബ്രദറിനോ ബോയ് ഫ്രണ്ടിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു ഷർട്ടാണ് കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയും ഭംഗിയുണ്ട് ഈ ഒരു ഷർട്ട്. അപ്പം ഇങ്ങനെ ഒരു 4 ഐറ്റംസാണ് ഞാൻ ഈ തവണ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ചധികം ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സുകൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരുപാട് റേറ്റിൻ്റെ ഒന്നല്ല കേട്ടോ. എനിക്കിങ്ങനെ കൂടുതൽ റേറ്റിൻ്റെ വാങ്ങുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് കുറച്ചധികം ഡ്രസ്സുകൾ കിട്ടുമ്പോഴാണ്. പിന്നെ മാറി മാറി ഇടാലോ. ഇപ്പം എന്തായാലും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒന്നും ഇടില്ല. 1-2 പ്രാവശ്യം കിട്ടുക കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വയ്ക്കില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കുറവിൻ്റെ ആയാലും ഒരുപാട് വാങ്ങണമെന്നാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹോൾ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ് കേട്ടോ. ഈ 4 പ്രൊഡക്ട്സും അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയാണ്, മാത്രമല്ല നല്ല അഫോർഡബിളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എല്ലാം കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.